നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടത്തരം വരുമാനമുള്ള വർക്ക് സഹകരണ ഭവന പദ്ധതി പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. ക്ഷേമ പെൻഷൻ വർധനയില്ല, കേരളത്തെ ടൂറിസം ഹബ്ബാക്കി മാറ്റും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ഭൂനികുതി കുത്തനെ കൂട്ടി സംസ്ഥാന ബജറ്റ്. 50% വർധനവാണ് വരുത്തിയത്. വൈദ്യുതി വാഹന നികുതി കൂട്ടി. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനായി 6 കോടി രൂപയും വകയിരുത്തി. ഒറ്റപ്പിലാവിൽ തണുത്തറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ബൈക്കിലെത്തിയ അജ്ഞാതൻ പെട്രോൾ ബോംബ് എറിഞ്ഞു. പാലവളപ്പിൽ ഹൈദരാലിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിസ്ഥലത്തേക്കാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പകുതി വില തട്ടിപ്പിൽ വടക്കാഞ്ചേരിയിൽ 6 പരാതികൾ. ഒരു പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തു. CSR ഫണ്ടിന്റെ പേരിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് കൌൺസിലർമാരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DYFI മാർച്ച് നടത്തി. വടക്കാഞ്ചേരി സീഡ് സൊസൈറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPM ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. മണ്ണമ്പേട്ടയിൽ ടിപ്പർ ലോറി പാഞ്ഞുവരുന്നത് കണ്ട് മാറുന്നതിനിടെ സൈക്കിൾ കാനിയിലേക്ക് വീണ് സഹോദരങ്ങളായ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മണ്ണമ്പേട്ട കൊളുത്തുംപറമ്പിൽ ധനീഷിന്റെ മകളായ ചിന്മയ, ആരവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുത്തൂരിൽ മധ്യവയസ്കനെ മർദ്ദിച്ചു കൊന്ന കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുത്തൂർ സ്വദേശി മാളിയങ്കൽ ജിംസൺ, വരടിയം സ്വദേശി ബിനു എന്നിവരെയാണ് ഉള്ളൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു വീണു. കുന്നംകുളം കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന അനൂസ് ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നു വീണത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മലക്കപ്പാറ മുക്കുംപുഴ ഉന്നതിയിൽ പാറപ്പുറത്ത് നിന്ന് ചാടി വയോധികൻ ആത്മഹത്യ ചെയ്തു. 62 വയസ്സുള്ള തങ്കയ്യനാണ് മരിച്ചത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പുള്ളത്. കാണാതായ പോലീസ് ഉദ്യോഗസ്ഥനെ തൃശൂർ നഗരത്തിലെ ലോഡ്ജിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം എടവട്ടം സ്വദേശി മഞ്ചേരി പുത്തൻ വീട്ടിൽ 49 വയസ്സുള്ള മഹീഷ് രാജാണ് മരിച്ചത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ പ്രതിനിധി സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തെറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് ഓട്ടുപാറയിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പ്രദർശനത്തിന്റെ കാൽനാട്ടുകർമ്മം സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഈ മാസം 14 മുതൽ 28 വരെയാണ് അഖിലേന്ത്യാ പ്രദർശനം. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശ സമാപന സാംസ്കാരിക സദസ്സും നടന്നു. മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഇറിഗേഷൻ കനാലിലെ തകരാറിലെ സ്പൌട്ടുകൾ പ്രവർത്തനക്ഷമമാക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സ്പൌട്ടുകളിലെ കേടുവന്ന ഷട്ടറുകൾ പുനഃസ്ഥാപിക്കുന്ന പണിയാണ് നടക്കുന്നത്. 30 കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ ഉടൻ തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും കരിദിനാചരണവും നടത്തി. INTUC യൂണിയൻ സെക്രട്ടറി P രമേശൻ നായർ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി മായന്നൂർ ഗവൺമെന്റ് UP സ്കൂളിന്റെ സുവർണ ജൂബിലി ഈ മാസം 22-ന് ആഘോഷിക്കും. സുവർണ ജൂബിലി സ്മാരക അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ നിർവഹിക്കും. നവീകരിച്ച ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ കൂദാശ ഈ മാസം 12, 13 തീയതികളിൽ നടക്കും. പരിശുദ്ധ മോറാൻ മാർ ബസലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും.
ക്ലീൻ സിറ്റി ക്യാമ്പയിന്റെ ഭാഗമായി വിവേകോദയ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധിയൻ സ്റ്റഡീസ് വിദ്യാർത്ഥികൾ പാലസ് ഗ്രൗണ്ടിലെ മഹാഗണി മരങ്ങൾ പെയിന്റ് അടിച്ച് സംരക്ഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ TS പത്മജ, ഗാന്ധിയൻ സ്റ്റഡീസ് അധ്യാപകൻ KP അനൂപ്, അനധ്യാപകരായ സുഭാഷ്, രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പ്രാപ്പിന്നി കണ്ണമ്പുള്ളിപ്പുറം കുമരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. പെരിങ്ങോട്ടുകര GHS LPS സ്കൂളിന്റെ വാർഷികാഘോഷം താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ കമ്മ്യൂണിറ്റി ഹാൾ ശീതീകരിക്കുന്നതിന്റെ അടിയന്തര നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് വികസന സെമിനാർ തീരുമാനിച്ചു. വികസന സെമിനാർ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ടൗൺ ഹാളിന് പുറകിൽ നിന്ന് വീണ്ടും മൂർഖൻ പാമ്പിനെ പിടികൂടി. ടൗൺ ഹാൾ പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് ശുചീകരണ തൊഴിലാളികൾ പാമ്പിനെ കണ്ടെത്തിയത്. കുർക്കഞ്ചേരി തൈപ്പൂയത്തോടനുബന്ധിച്ചിട്ടുള്ള വടൂക്കര പടിഞ്ഞാട്ടുമുറി ശ്രീനാരായണ സമാജത്തിന്റെ കൊടിയേറ്റം നടന്നു. സമാജം പ്രസിഡന്റ് തിലകൻ കൈപ്പുഴ നിർവഹിച്ചു. തൃശൂർ കുറുപ്പം റോഡ് കുറുക്കഞ്ചേരി റോഡ് നിർമ്മാണത്തിൽ അഴിമതിയെന്നാരോപിച്ച് BJP തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. യാതൊരു തരത്തിലുമുള്ള പഠനവും ആസൂത്രണവും ഇല്ലാതെയാണ് റോഡ് കോൺക്രീറ്റ് നടത്തുന്നതെന്ന് BJP ആരോപിച്ചു. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിൽ നടത്തുന്ന 30ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി ദേശീയ ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു. പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ബൈക്കിടിച്ച് ആക്രി കച്ചവടക്കാരന്റെ കാൽപ്പത്തിയറ്റു. കർണാടക സ്വദേശി നാഗ ഷെട്ടിയുടെ കാൽപ്പത്തിയാണ് അറ്റത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ കൂനംമുച്ചി സ്വദേശി രാജനും പരിക്കേറ്റു. വിളക്കാട്ടുപാടം ദേവസൂര്യ ലൈബ്രറിക്ക് സമീപം ചൊറിയൻ പുഴുവിന്റെ ശല്യം രൂക്ഷമായി. വീടുകളിലെ ചുമരുകളിലും പൈപ്പുകളിലും റോഡുകളിലും നിറയെ പുഴുക്കൾ കയറുന്നതിനാൽ ഭീതിയിലാണ് നാട്ടുകാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി. കേരള ലേബർ മൂവ്മെന്റ് ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ വയലൻസ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ വാർഷിക സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. ചന്ദ്രാപ്പിന്നി വേത്തോട്ടിൽ ശ്രീ ഭദ്രാദേവി ഗണ്ഡകർണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഹരികരസുധൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP ഷാജി അധ്യക്ഷത വഹിച്ചു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ നിർമ്മിച്ച AA റിസപ്ഷനിസ്റ്റ് സ്കൂളിന് സമർപ്പിച്ചു. മികച്ച PTA-ക്കുള്ള സ്റ്റേറ്റ് PTA അവാർഡിന്റെ സ്മാരകമായ PTA-യുടെ സാമ്പത്തിക സഹകരണത്തോടെയാണ് കുട്ടികൾ AA റിസപ്ഷനിസ്റ്റ് നിർമ്മിച്ചത്. സംസ്ഥാന ബജറ്റിൽ പുതുക്കാട് മണ്ഡലത്തിന് 10 കോടി രൂപ അനുവദിച്ചു. 8 വികസന പ്രവൃത്തികൾക്കാണ് 10 കോടി രൂപയുടെ അനുമതി ലഭിച്ചത്. ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടി പൂര മഹോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. തന്ത്രി പറവൂർ രാഗേഷ് കൊടിയേറ്റം നിർവഹിക്കും. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് 240.3 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. മാള ബസ് സ്റ്റാൻഡ് നവീകരണത്തിനും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനും 15 കോടി, അന്നമനട പാലപ്പുഴ സ്ലൈംസ് കം ബ്രിഡ്ജിന് 55 കോടി തുടങ്ങി വിവിധ മേഖലകൾക്കാണ് ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നത്. ഓർത്തഡോക്സ് കൺവെൻഷനോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടന്നു. സമ്മേളനം കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ ലൂയിലോസ് ഉദ്ഘാടനം ചെയ്തു. കനോലി കനാലിൽ ജെല്ലിഫിഷ് വ്യാപകമായത് മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമായി മാറുന്നു. പുഴയിൽ വല വീശുമ്പോൾ മീനുകൾക്ക് പകരം ജെല്ലിഫിഷുകളാണ് തൊഴിലാളികളുടെ വലയിൽ കുരുങ്ങുന്നത്. കൊപ്ലിപ്പാടം സെന്റ് ആന്റണീസ് കോൺവെന്റ് LP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി BB ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.